ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് അലക്സ്. ഒത്തിരി നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്ററൊക്കെ അടുത്ത് വരുവാണല്ലോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഈസ്റ്റർ എഗ്ഗാണ്. എങ്ങനെയാണ് നമ്മൾ മുട്ടത്തോടിയും കൊണ്ട് എങ്ങനെയാണ് ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കുന്നതെന്നാണ്. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന 3 മുട്ടത്തോടാണ്, 3 പിന്നെ ഞാനിവിടെ 3 ടൈപ്പ് കളറാണ് എടുത്തേക്കുന്നത്. ഒന്ന് യെല്ലോയും, ഒന്ന് ഓറഞ്ചും, ഒന്ന് ബ്ലൂവുമാണ്. ഇപ്പം ഞാൻ ആദ്യം ഈ മുട്ടയിലാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ഞാൻ അടിക്കാൻ പോകുന്നത് ബ്ലൂ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് അടിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ വലിയ ഹോളിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഗ് യോക്കൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻ്റ് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ 3 മുട്ട നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, ഓറഞ്ചും ബ്ലൂവും യെല്ലോയും ഒക്കെ. ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. അതായത് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തേക്കുക. ഇനി നമുക്ക് വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഇനിയും ഈ റാബിറ്റിന് നിൽക്കാൻ വേണ്ടി ഒരു കാല് വേണം. അപ്പോൾ ഈ കാല് നമ്മൾ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഈ 2 യു ഇങ്ങനെ യോജിപ്പിക്കുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സാധനം ഗ്ലൂ ഗണ്ണിൽ ഇങ്ങനെ ഒഴിച്ച് പൊക്കി ചെയ്യാവുന്നതാണ്. ഗ്ലൂ ഗണ്ണിൽ ഈ ഷേപ്പ് വരച്ചിട്ട് ഫുൾ ഫില്ല് ചെയ്തിട്ട് മുട്ട ഒട്ടിക്കുക. എന്നിട്ട് ഇവത്തിൽ അതിൻ്റെ പെയിൻ്റ് അടിക്കുക. ഞാനിപ്പം ഗ്ലൂ ഗൺ തീർന്നുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലെ 3 വരയ്ക്കാം. ഇപ്പം ഞാനിവിടെ 3 വരച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഷേപ്പിൽ അതിൻ്റെ കളറിൽ നമുക്ക് അടിച്ചു കൊടുക്കണം. കണ്ടോ, ഈ 3 മുട്ടയുടെ സെയിം കളറിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം ഇതിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കാർഡ്ബോർഡും കൂടി എടുത്തിട്ട് ഈ ഷേപ്പിൽ ചെവി വരയ്ക്കണം. എന്നിട്ട് ഇത് മുറിച്ചിട്ട് ആ മുട്ടയുടെ കളർ അടിക്കണം. ഞാനിവിടെ മുട്ടയുടെ കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കി ഇതെല്ലാം പോണേം കഴിഞ്ഞ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് ഈ മുട്ടയുടെ താഴ്വശ സർക്കിളിൽ ഒരു വയർ വരയ്ക്കണം. അപ്പം ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പം ഞാൻ വയറും വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെവിയുടെ താഴെ ഇങ്ങനെ റൗണ്ട് പോലെ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കാലിൻ്റെ ആ ഭാഗമില്ലേ, അവിടെ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു വര പോലെ ഇട്ടിട്ടുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കുറച്ച് നേരം ഒരു 5-4 മിനിറ്റ് മതി ഉണങ്ങാൻ. അതും കൂടെ ഉണങ്ങിയിട്ട് നമുക്ക് ഒട്ടിക്കുക ഇതെല്ലാം കൂടെ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് പെൻസിലും കൊണ്ട്, അതായത് സ്കെച്ച് കൊണ്ട് നമുക്ക് ഈ റാബിറ്റിൻ്റെ കണ്ണ് വരയ്ക്കാം. ഈ ഈസ്റ്റർ എഗ്ഗിൻ്റെ ഇപ്പം ഞാൻ ഇവിടെ വരച്ചേക്കുന്ന പോലെ ഇങ്ങനെ ഡോട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം വരയ്ക്കാം. ഇപ്പം ഞാൻ പിങ്കോ റോസ് കളറിലെ സ്കെച്ചും, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് എടുക്കാം. സ്കെച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡ് കളറിലെ കളർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിലൊരു മൂക്ക് വരയ്ക്കണം. കണ്ടോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മീശ വരച്ചു കൊടുക്കണം. മീശ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് വരയ്ക്കും. ഇതെല്ലാം ഇനി നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫൈനൽ ഔട്ട്ഫിറ്റ് കാണാം.